ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് സെമസ്റ്റർ AECയിലെ മൈ ഇമിഗ്രേഷൻ സ്റ്റോറി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വിയറ്റ്നാമീസ് ഓസ്ട്രേലിയൻ എൻ്റർപ്രന്യൂവറും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ടാൻലെ ഒരു അഭയാർത്ഥി എന്ന നിലയിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് കമ്പനിയുടെ ഫൗണ്ടറും സോഷ്യൽ ആക്ടിവിസ്റ്റും എന്ന നിലയിലേക്ക് എത്തിയ യാത്രയെക്കുറിച്ച് നടത്തുന്ന ടെഡ് ടോക്കാണ്. നമ്മളിവിടെ അതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടൊരു സമ്മറിയും അതിൻ്റെ നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. Introduction. The speaker begins by reflecting on how to condense the bonds shared by 3 generations of women over 30 years into a short speech. തുടക്കത്തിൽ തന്നെ നമ്മുടെ സ്പീക്കർ പറയുന്നത് 3 തലമുറകളായിട്ടുള്ള അവരുടെ ഫാമിലിയിലെ സ്ത്രീകൾ തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ചിട്ട് എങ്ങനെ 10 മിനിറ്റിൽ ചുരുങ്ങുന്ന ഒരു പ്രസംഗത്തിലേക്ക് ഒതുക്കാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ്. She shares her memory of being a 4-year-old girl huddled with her sister, mother and grandmother in a small boat as they fled Vietnam by sea. അവർ തുടക്കത്തിൽ ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എന്ന നിലയ്ക്ക് അവരുടെ അമ്മ, അതുപോലെ തന്നെ അവരുടെ ഗ്രാൻഡ് മദർ, സിസ്റ്റർ എന്നിവരോടൊപ്പം വിയറ്റ്നാമിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ബോട്ടിലായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ചിട്ട് അവർ ഓർക്കുന്നു. Those bonds that started in the boat have continued to shape her life into adulthood. അപ്പോൾ അങ്ങനെ അവർ ആ ബോട്ടിനകത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അടുപ്പവും ബന്ധവും തുടർന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിലുടനീളവും അവരെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തുന്നതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. A jigsaw puzzle. The speaker likens his story to a jigsaw puzzle still being pieced together. അപ്പോൾ അവരുടെ ജീവിതകഥ ഒരു ജിഗ്സോ പസില് പോലെയാണെന്നാണ് അവർ പറയുന്നത്. അതിൽ ഓരോ പീസസും അവരിപ്പോഴും ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റോറി ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണെന്ന് അവർ പറയുന്നു. ദ ഫസ്റ്റ് പീസ് ഈസ് ഹെർ ഗ്രാൻഡ് ഫാദർ. അതിൽ അവരുടെ സ്റ്റോറിയിലെ ആദ്യത്തെ പീസ് വരുന്നത് അവരുടെ ഗ്രാൻഡ് ഫാദർ ആണ്. എ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് ഹൂസ് ഡ്രീം ഓഫ് എ യൂണിഫൈഡ് വിയറ്റ്നാം വാസ് ഷാറ്റേഡ് വെൻ ദ കമ്മ്യൂണിസ്റ്റ് ടുക്ക് കൺട്രോൾ. ഇവരുടെ ഗ്രാൻഡ് ഫാദർ ഒരു പോയറ്റും പ്ലേ റൈറ്റുമാണ് എന്ന് പറയുന്നു. അയാളുടെ യൂണിഫൈഡ് വിയറ്റ്നാം എന്ന സ്വപ്നം ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ആണ് വരുന്നത്. ഈ വിയറ്റ്നാം യുദ്ധവും അതിനു മുമ്പുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ എന്നുള്ള പോലെ വിയറ്റ്നാം 2 രാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ രാജ്യം വിഭജിക്കപ്പെടുന്നതിൽ വേദനിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് ഈ ഗ്രാൻഡ് ഫാദറിനെ അവർ ഓർക്കുന്നത്. ഹി ബേൺഡ് ഹിസ് ലൈഫ്സ് വർക്ക് ആൻഡ് ഡൈഡ് ബ്രോക്കൺ ബൈ ഹിസ്റ്ററി. അങ്ങനെ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഉൾവലിഞ്ഞുകൊണ്ട് അയാളുടെ എഴുത്തും മറ്റുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആരോടും സംസാരിക്കാതെയായിട്ട് ഈ ചരിത്രത്തിന്റെ ഭാരത്തിൽ മരിച്ചുപോയ ഒരാൾ എന്നുള്ള രീതിയിലാണ് ഈ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നത്. Though the speaker never knew him, her grandmother ensured that his life and struggle were never forgotten. അപ്പോൾ ഇവർക്ക് നേരിട്ട് അവരുടെ ഗ്രാൻഡ് ഫാദറിനെ അറിയില്ല. അവർ സ്വാഭാവികമായിട്ടും അന്ന് തീരെ ചെറിയ കുട്ടിയാണ്. എങ്കിലും അവരുടെ ഗ്രാൻഡ് മദർ ഇയാളുടെ ഈ ഒരു ജീവിതത്തെ കുറിച്ചിട്ടും അയാളുടെ ഒരു ലെഗസിയെ കുറിച്ചിട്ടും ഈ കുട്ടിയോട് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ദ സ്പീക്കർ ലേൺഡ് ഫ്രം ഹിസ് ലൈഫ് ദാറ്റ് ഓൾദോ ഹിസ്റ്ററി ട്രൈസ് ടു ക്രഷ് ദം ദേ എൻഡ്യൂർ. അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ഈ കഥയിൽ നിന്ന് ഇവർ പഠിക്കുന്നത് ചരിത്രം അല്ലെങ്കിൽ ലോകം നമ്മളെ തകർക്കാൻ ശ്രമിക്കുമെങ്കിലും നമുക്കത് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു പാഠമാണ് ഈ ഒരു കഥയിൽ നിന്ന് അവർ പഠിക്കുന്നത്. എസ്കേപ്പ് ബൈ ബോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാൻഡ് ഫാദറിന്റെ സ്റ്റോറിയിൽ സൂചിപ്പിച്ചു അവിടെ വിയറ്റ്നാമിൽ യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നതെന്ന്. ദ സ്പീക്കേഴ്സ് മദർ, ജസ്റ്റ് 18 at the time of her father's death, was determined to escape to Australia with her family. അപ്പോൾ നമ്മുടെ സ്പീക്കറുടെ ഫാദർ മരിക്കുന്ന സമയത്ത് അവരുടെ മദറിന് വെറും 18 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ സമയത്താണ് നാട്ടിൽ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടുന്ന് തൻ്റെ ഫാമിലിയെ രക്ഷിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവരുടെ അമ്മ എടുക്കുന്നതാണ് ഇവർ പറയുന്നത്. ഓസ്ട്രേലിയയിലേക്ക് അഭയാർത്ഥികളായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് അവർ എടുക്കുന്നത്. ദിസ് എസ്കേപ്പ് റിക്വയർഡ് എ ഡേഞ്ചറസ് ജേർണി ബൈ സീ. ദേ ന്യൂ ദ റിസ്ക് വെൽ, പൈറേറ്റ്സ്, റേപ്പ് ആൻഡ് ഡെത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഈ കടലിൽ ബോട്ടിലൂടെയാണ് ഈ അഭയാർത്ഥികൾ യാത്ര ചെയ്യുന്നത്. അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് അപകടങ്ങൾ, പ്രത്യേകിച്ചും പണ്ടത്തെ കാലത്ത് കൂടുതലും അപകടങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പൈറേറ്റ്സ്, കടൽ കൊള്ളക്കാരായിട്ടുള്ള ആളുകൾ അവരെ ആക്രമിക്കുക, അവരെ വധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ യാത്രയിൽ അവർക്ക് നേരിടാവുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ യുദ്ധം നടക്കുന്ന നാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള തീരുമാനം എടുക്കുന്നത്. ടു അവോയ്ഡ് ക്യാപ്ചർ, ദി അഡൾട്ട്സ് ക്യാരിഡ് ബോട്ടിൽസ് ഓഫ് പോയിസൺ. ഇനി
രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ആക്രമണമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ഒരു വിഷക്കുപ്പി കയ്യിൽ കരുതിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഈ കടൽ കൊള്ളക്കാരോ മറ്റോ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പിടികൊടുക്കുന്നതിന് പകരം ആ വിഷം കഴിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് അവർ ഈ ബോട്ട് യാത്രയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത്. The speaker recalls the boat journey, the sounds of the engine and the empty horizon. ഇനി ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ആ കടലിന്റെ ആ ഒരു കാഴ്ചയും അതുപോലെ തന്നെ ബോട്ടിന്റെ ശബ്ദമൊക്കെ അവർ ഓർക്കുന്നുണ്ട്. Though she doesn't remember the specific threats they faced, she vividly recalls the oil rig they reached, the exhaustion of those aboard, and her first taste of an apple, a moment of kindness from the oil rig crew. ഇനി അവർ അന്ന് ചെറിയ കുട്ടിയാണ് എന്ന നിലയ്ക്ക് അവർക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർമ്മയില്ല. പല ത്രെറ്റ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പൈറേറ്റ്സ് അവരെ ആക്രമിക്കാൻ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബോട്ടിലുള്ള മറ്റു ആളുകളൊക്കെ ചേർന്നിട്ടാണ് ആ സമയത്ത് അവരെ സംരക്ഷിക്കുന്നത്. അതുകൂടാതെ ഇനി പലരുടെയും എക്സോസ്റ്റ്, ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ കൂടെ ഉണ്ടായിരുന്ന പലരും മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവസാനം മലേഷ്യയിലുള്ള ഒരു ഓയിൽ റിഗിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്കൊരു ആപ്പിൾ ലഭിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്രയും ടേസ്റ്റുള്ള ഒരു ആപ്പിൾ പിന്നീട് ഒരിക്കലും അവർ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം അത് ആദ്യത്തേതാണെന്ന് മാത്രമല്ല, അവരോടുള്ള ഒരു ദയവിന്റെ, കൈൻഡ്നെസിന്റെ അടയാളമായിട്ട് കൂടിയാണ് അവർക്ക് ആ ആപ്പിൾ ലഭിക്കുന്നത്. Arrival in Australia. After 3 months in a refugee camp, the family arrived in Melbourne. അങ്ങനെ 3 മാസക്കാലം ഒരു അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചതിന് ശേഷം അവർ ഓസ്ട്രേലിയയിലെ മെൽബൺ നഗരത്തിലേക്ക് എത്തുകയാണ്. The next piece of the puzzle focuses on the resilience of the 4 women across 3 generations, building a new life together in a working class suburb. ഇനി ഇവരുടെ സ്റ്റോറിയിലെ അടുത്ത ജിക്സോ പീസ് എന്ന് പറയുന്നത് റെസീലിയൻസ് ഓഫ് 4 വിമൻ, 4 സ്ത്രീകളുടെ നിശ്ചയദാർഢ്യമാണ്. അവരുടെ ഫാമിലിയിലെ 3 തലമുറകളിലായിട്ടുള്ള അവരുടെ സിസ്റ്ററിന്റെ, അവരുടെ മദറിന്റെ, അവരുടെ ഗ്രാൻഡ് മദറിന്റെ നിശ്ചയദാർഢ്യത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ബിൽഡിംഗ് എ ന്യൂ ലൈഫ് ടുഗദർ ഇൻ എ വർക്കിംഗ് ക്ലാസ് സബർബ്. വർക്കിംഗ് ക്ലാസ്, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിനകത്ത് അവർ നിശ്ചയദാർഢ്യത്തോടു കൂടി ജീവിതം കെട്ടിപ്പടുക്കുന്നതാണ് അവരുടെ ലൈഫിലെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻ ഓസ്ട്രേലിയ വാസ് ടഫ്. സ്വാഭാവികമായിട്ടും ഒരു അഭയാർത്ഥിയായിട്ട് അവരെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജീവിതം വളരെ പ്രയാസകരമായിരുന്നു. Her mother worked on farms and factory assembly lines to support the family while studying English. ഇനി ഇവരുടെ അമ്മ പല ജോലികളും ഫാമുകളിലും ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വേറൊരു നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ഭാഷ അറിയാതെയാണ് അവരുള്ളത്. അപ്പോൾ അത് പഠിക്കണം. അതുകൂടാതെ തന്നെ ഈ പല ജോലികളും അവർ ചെയ്യുന്നുണ്ട്. ഡിസ്പൈറ്റ് ബീങ് പുവർ, ദ പ്രയോറിറ്റി വാസ് ഓൾവേസ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവർ പാവപ്പെട്ട ആളുകളായിരുന്നെങ്കിലും ഇവർ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള വലിയ ഒരു ധാരണയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കിയില്ലെങ്കിലും, ഉദാഹരണത്തിന് ഇവർക്ക് വസ്ത്രമൊന്നും പുതിയതുണ്ടാവില്ല. പഴയ വസ്ത്രം, യൂണിഫോമൊക്കെ കുറേ കാലം, ചിലപ്പോൾ വർഷങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള സാഹചര്യമാണുള്ളത്. എന്നാലും ഇവർക്ക് ഇംഗ്ലീഷിന് വേണ്ടി സ്പെഷ്യൽ ട്യൂഷനും അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസവും കൊടുക്കാൻ അവരുടെ ഫാമിലിക്ക് കഴിഞ്ഞിരുന്നു. ദേ വർ സബ്ജക്ട് ടു റേസിസം. ഇതുകൂടാതെ ഇവർക്ക് ഓസ്ട്രേലിയയിൽ റേസിസം അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും മറ്റൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവർ ഏഷ്യക്കാരാണ്. അപ്പോൾ ഇവർ സ്ലിറ്റ് ആയി. നമുക്കറിയാം ഈ വിയറ്റ്നാം, കൊറിയൻ, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള ആ പ്രദേശത്തെ ആളുകളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് ചെറിയ കണ്ണുകളാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇവരെ വംശീയമായിട്ട് കളിയാക്കുക. അതുപോലെ തന്നെ ഏഷ്യൻസ് ഗോഹോ, ഇവർ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവർ ചുമരിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഗ്രാഫിറ്റി എഴുതി വയ്ക്കുക. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഇവർ നേരിട്ടിട്ടുണ്ട്. ബട്ട് ദീസ് എക്സ്പീരിയൻസസ് ഓൺലി സ്ട്രെങ്തൻ ദ സ്പീക്കേഴ്സ് റിസോൾവ്. പക്ഷെ ഈ എതിർപ്പുകളും മറ്റുമെല്ലാം അവരെ ശക്തിപ്പെടുത്തുന്നതിന് മാത്രമാണ് സഹായിച്ചതെന്ന് അവർ പറയുന്നു. കാരണം അങ്ങനെ വിട്ടുകൊടുക്കാനോ കീഴടങ്ങാനോ തയ്യാറല്ലാതെ കൂടുതൽ പോരാടണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലേക്കാണ് അത് അവരെ എത്തിച്ചത്. അഡാപ്റ്റിംഗ് ടു 2 വേൾഡ്സ്. ദ സ്പീക്കർ ലിവ്ഡ് ഇൻ 2 വേൾഡ്സ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവർക്ക് 2 ലോകങ്ങളിലുള്ള ജീവിതമാണുള്ളത്. ഇൻ വൺ, ഷി വാസ് ദ ഡെഡിക്കേറ്റഡ് ഏഷ്യൻ സ്റ്റുഡൻറ് ഡ്രിവൺ ടു സക്സീഡ് അക്കാഡമിക്കലി. ഒരു വശത്ത് അവര് ഒരു മികച്ച ഒരു സ്റ്റുഡൻ്റ് ആണ്, അക്കാഡമിക് ആയിട്ട് വളരെ സക്സസ് ഒക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് എന്നുള്ള ലൈഫ് അവർക്കുണ്ട്. ഇൻ ദി അതർ, ഷി വാസ് സറൗണ്ടഡ് ബൈ പീപ്പിൾ സ്കാർഡ് ബൈ വയലൻസ് ആൻഡ് ഐസൊലേഷൻ. മറ്റൊരു വശത്ത് ഈ വയലൻസ്, അക്രമങ്ങളും ഒറ്റപ്പെടലുകളും കൊണ്ട് തളർന്നു പോയിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് അവരുടെ കൂടെയുള്ളത്. സ്വാഭാവികമായിട്ടും ഒരുപാട് അതിജീവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന അവരുടെ ഫാമിലിയെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്.
She balanced these lives, excelling in her studies, eventually earning recognition as the Young Australian of the Year. അവരത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവർ അക്കാഡമിക്കലി നല്ലൊരു സ്റ്റുഡൻ്റ് ആയിട്ട് അക്കാഡമിക് സക്സസ് ഉണ്ടാക്കുന്നു. അതേ സമയത്ത് തന്നെ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ധാരണ അവർ മറക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സോഷ്യൽ ആക്ടിവിസത്തിലേക്ക്, സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് കൂടി ഈ സമയം കണ്ടെത്തുന്നത്. അതാണ് അവർക്ക് അവസാനം ഈ യങ് ഓസ്ട്രേലിയൻ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡ് ലഭിക്കുന്നതിലേക്ക് നയിച്ചത്. എംബ്രേസിംഗ് ദ റോൾ ഓഫ് ഔട്ട്സൈഡർ. As the speaker's recognition grew, she found herself in unfamiliar elite social circles. അങ്ങനെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള അവരുടെ ഒരു റെക്കഗ്നീഷൻ വളരുകയാണ്. അവർ കുറച്ചൊക്കെ അറിയപ്പെടാൻ തുടങ്ങുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവരെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ അവർ എലൈറ്റ് സോഷ്യൽ സർക്കിൾസ്, വളരെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ ചെന്ന് ഇടപഴകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തുകയാണ്. She didn't know how to engage with these words, whether it was using culture ഓർ ടോക്കിംഗ് അബൌട്ട് വൈൻ. അപ്പോൾ ഈ എലൈറ്റ് പീപ്പിളുമായിട്ട് ഇടപഴകുന്നത് ഇവർക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു. അതായത് അവരുടെ ഭക്ഷണ രീതികൾ, അതുപോലെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഇവർക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളല്ല ഉണ്ടായിരുന്നത്. അറ്റ് ഫസ്റ്റ് ഷീ വാണ്ടഡ് ടു റിട്രീറ്റ് ഇൻ ടു ഹെർ ഫെമിലിയർ ലൈഫ്. അപ്പോൾ തുടക്കത്തിൽ അവർ വിചാരിക്കുന്നതൊന്നും വേണ്ട, ഇങ്ങനെ ഈ പരിപാടികൾക്കും പ്രസംഗത്തിനൊന്നും പോകണ്ട, നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ഒതുങ്ങിക്കൂടിയാൽ മതി എന്നുള്ള ചിന്തയാണ് അവർക്ക് തുടക്കത്തിൽ ഉണ്ടാവുന്നത്. ബട്ട് ഹെർ മദർ റിമൈൻഡഡ് ഹെർ ഓഫ് ദെയർ ജേർണി ഓൺ ദ ബോട്ട്. റിട്രീറ്റ് വാസ് നെവർ എൻ ഓപ്ഷൻ. അപ്പോൾ ഈ സമയത്താണ് ഇവരുടെ അമ്മ ആ ബോട്ട് യാത്രയെ, പഴയ വിയറ്റ്നാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോട്ട് യാത്രയെ കുറിച്ച് മകളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ റിട്രീറ്റ് ചെയ്യുക, തിരിച്ചു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല എന്നുള്ള കാര്യം അമ്മ അവരെ ഓർമ്മിപ്പിക്കുന്നു. ദ സ്പീക്കർ റിയലൈസ്ഡ് ദാറ്റ് ബീയിങ് എൻ ഔട്ട്സൈഡർ ഓഫേർഡ് എ യുണീക് പെർസ്പെക്റ്റീവ്, അലോവിംഗ് ഹെർ ടു ചലഞ്ച് പെർസെപ്ഷൻസ് ആൻഡ് പുഷ് ബൗണ്ടറീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്സൈഡർ ആവുക എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയാണ്. ഔട്ട്സൈഡർ എന്ന് പറയുന്നത് ഇവർക്ക് ഈ എലൈറ്റ് ക്ലാസിന്റെ, ആ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകളുടെ കൾച്ചർ അല്ല ഇവർക്കുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവരുമായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇടപഴകുന്ന സമയത്ത് ഒരു ഔട്ട്സൈഡറെ പോലെ അതെല്ലാം നോക്കിക്കാണാൻ ഇവർക്ക് സാധിക്കുന്നു. അത് അവർക്ക് പുതിയൊരു പെർസ്പെക്റ്റീവ് നൽകുന്നു. ഈ ലോകത്തെ അവർക്ക് അതിന്റെ ഭാഗമല്ലാതെ പുറമെ നിന്ന് നോക്കിക്കൊണ്ട് വീക്ഷിച്ച് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവർക്ക് നൽകുന്നു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയും അത് അവർ എംബ്രേസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ബിൽഡിംഗ് ന്യൂ പോസിബിലിറ്റീസ്. The speaker embraced the role as a social activist, focusing on issues like youth, unemployment and education. അങ്ങനെ ഇവർ ഒരു അറിയപ്പെടുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള റോൾ ഏറ്റെടുക്കുകയും ഈ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നു. She worked with a small team of like-minded people who saw challenges as opportunities. അപ്പോൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി ഇവർക്ക് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ വെല്ലുവിളികളെല്ലാം അവസരങ്ങളായിട്ട് കാണുന്ന ഒരു ചിന്താഗതിക്കാരായിരുന്നുള്ള കാര്യം കൂടി അവർ ഓർമ്മിക്കുന്നു. Although their initial efforts faced many failures, they eventually found success. ഇനി അവരുടെ കരിയറിനെ സംബന്ധിച്ച് തുടക്കത്തിൽ അവർക്ക് പല പരാജയങ്ങൾ ഉണ്ടാകുന്നു. പല ഐഡിയകൾ അവർ പരീക്ഷിച്ച് നോക്കുന്നു, അതൊന്നും ശരിയാവുന്നില്ല. പക്ഷെ ഒടുവിൽ അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ കമ്പനിയുടെ ഫൗണ്ടറായിട്ട് അവർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദിസ് പീരീഡ് ഓഫ് ഗ്രോത്ത് ലെഡ് ദ സ്പീക്കർ ടു മൂവ് ടു ദ US, where she continued her journey. അങ്ങനെ ഈ ഒരു കരിയറിലുള്ള വിജയം അവരെ ഈ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കുകയും അവരങ്ങനെ അമേരിക്കയിൽ താമസമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നു. ദ ലെഗസി ഓഫ് her grandmother. The speaker's grandmother represents another essential piece of the jigsaw. അടുത്തതായിട്ട് അവരുടെ ലൈഫിലെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടർ വേണ്ട അവരുടെ ഗ്രാൻഡ് ആണ്. Born into traditional Confucian society, she defied convention by prosecuting her own husband in court and winning. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മദർ നമുക്കറിയാം, ഇതിനും കുറച്ചുകൂടി വർഷങ്ങൾക്ക് പുറകിൽ ജീവിക്കുന്ന ആളാണ്. ഒരു കൺഫ്യൂഷ്യസ് സൊസൈറ്റി, ഇവിടെ കൺഫ്യൂഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. കൺഫ്യൂഷ്യസ് എന്ന് പറയുന്നത് ഈ ഈസ്റ്റ് ഏഷ്യയിലെ ഒരു റിലീജിയൻ ആണ്. ഒരു നീളം താടിക്കാരനായിട്ടുള്ള ഒരാളുടെ ചിത്രം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു റിലീജിയനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് അവർ ജനിക്കുന്നത്. അങ്ങനെ അവര് വിവാഹശേഷം അവരുടെ ഈ ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് ഒരുപാട് മർദ്ദനങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളൊക്കെ നേരിടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ കാര്യത്തിൽ അവരുടെ ഹസ്ബൻഡ് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാണ് ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ട് പറയുന്നത്. അങ്ങനെ അവര് സ്വാഭാവികമായിട്ടും അക്കാലത്ത് ഈ സ്ത്രീകൾ അധികം പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല. ഇവരുടെ ഗ്രാൻഡ് മദറിന്റെ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അന്ന് ഈ സമൂഹത്തെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവർ ഇവരുടെ ഹസ്ബൻഡിനെതിരെ കോർട്ടിൽ പോയിട്ട് കേസ് കൊടുക്കുകയും ആ കേസ് അവർ തന്നെ വാദിച്ച് ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ കുറിച്ചിട്ട് പറയുന്നു.
The speaker recounts the spiritual connection she felt with her grandmother, sensing her presence at the moment of her death, even though she was miles away. ഇനി ഇവരുടെ ഗ്രാൻഡ് മദറുമായിട്ട് ഇവർക്ക് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു ആത്മബന്ധം, ആത്മീയമായിട്ടൊരു ബന്ധം ഇവർക്ക് ഗ്രാൻഡ് മദറുമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഗ്രാൻഡ് മദറിന്റെ മരണസമയത്ത് ഇവർ ഒരുപാട് ദൂരെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും അവരുടെ തൊട്ടരികിൽ ഗ്രാൻഡ് മദർ വന്ന് യാത്ര പറയുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. Her grandmother's story, like the lives of the women in her family, symbolizes the courage to defy expectations and to overcome adversity. അപ്പോൾ ഇവരുടെ ലൈഫിലുള്ള മറ്റ് സ്ത്രീകൾ, ഇവരുടെ സിസ്റ്റർ ആയാലും ഇവരെ പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സിസ്റ്റർക്കും നേരിടേണ്ടി വരുന്നത്. ഈ പഠിക്കുന്ന സമയത്തുള്ള വംശീയമായിട്ടുള്ള അധിക്ഷേപം, അതുപോലെ തന്നെ ഈ അഭയാർത്ഥി ജീവിതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇവരുടെ അമ്മ കുറച്ചുകൂടി പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഗ്രാൻഡ് മദറിന്റെ അനുഭവത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് വലിയ പ്രതിസന്ധികളെ മറികടക്കുന്ന അവരുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. റിഫ്ലക്ഷൻസ് ഓൺ ഫാമിലി ആൻഡ് ദ ഫ്യൂച്ചർ. ഇനി ഈ ടോക്കിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആസ് എ സ്പീക്കർ കൺസിഡേഴ്സ് ഹാവിംഗ് ഹെർ ഓൺ ചിൽഡ്രൻ, ഷീ റിഫ്ലക്ട്സ് ഓൺ ദ ഹാർഡ്ഷിപ്സ് ഹെർ ഫാമിലി എൻഡ്യൂർഡ്, എസ്പെഷ്യലി ദ ടെറിഫയിങ് ജേർണി ബൈ ബോട്ട്. ഇനി അവരവരുടെ മദറിനെ കുറിച്ചും ഗ്രാൻഡ് മദറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അടുത്തായിട്ട് അവരൊരു മദർ ആവുന്നതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അവർക്കും ഇതുപോലെ ഒരു മദറായിട്ട് കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നമുണ്ടെന്നുള്ള കാര്യം അവർ പറയുന്നു. ഈ സമയത്ത് അവർ ചെറുപ്പത്തിൽ ആ വിയറ്റ്നാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോട്ട് യാത്രയെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. While she questions whether she would wish such a hardship on her children, she also fears the ease and privilege that comes with a life of comfort. ഈ സമയത്ത് ഇവർ ഒരു ആശയക്കുഴപ്പത്തിലാണുള്ളത്. സ്വാഭാവികമായിട്ടും ഇവർ അനുഭവിച്ചതുപോലുള്ള കഷ്ടപ്പാടും ദുരിതമൊന്നും അവരുടെ മക്കൾക്ക് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ മക്കൾ കഷ്ടപ്പെടരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇവരിപ്പോൾ ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്റർപ്രന്യൂർ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ലൈഫായിരിക്കും അവരുടെ മക്കൾക്ക് ലഭിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് അവരുടെ മക്കൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള നിശ്ചയദാർഢ്യമോ ലൈഫിലുള്ള വാല്യൂസോ ഒന്നും ലഭിക്കാതെ പോകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമാണ് അവർ പങ്കുവയ്ക്കുന്നത്. She wonders whether she can instill the same resilience in her children without exposing them to the same challenges. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മദർ ആണെങ്കിലും മദർ ആണെങ്കിലും ഇവരാണെങ്കിലും ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു പോയിട്ടാണ് ഈ വാല്യൂസ് എല്ലാം നേടിയെടുക്കുന്നത്. ഇവരുടെ മക്കളെ സംബന്ധിച്ചിട്ട് ഒരു കംഫർട്ടബിൾ ലൈഫ് ആയിരിക്കുമ്പോൾ തന്നെയും ഈ വാല്യൂസ് എല്ലാം ഇവരുടെ ജനറേഷൻസ് ആയിട്ട് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാല്യൂസ് മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയിട്ടാണ് അവരുടെ ടോക്ക് അവർ അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസിന് ഉപയോഗിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആസ് സർവൈവൽ. സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദ സ്പീച്ച് സെർവ്സ് ആസ് എ ലൈഫ് ലൈൻ കണക്ടിംഗ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ഷേപ്പിംഗ് ഐഡന്റിറ്റി ആൻഡ് പ്രിസർവിംഗ് ഫാമിലി ഹിസ്റ്ററി. സ്റ്റോറി ടെല്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്റ്റോറി അവർ നമ്മളോട് പറയുന്നത് മാത്രമല്ല, അവരുടെ ഫാമിലിക്കകത്ത് തന്നെ അവരുടെ സ്റ്റോറീസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗ്രാൻഡ് മദർ, അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറി ഷെയർ ചെയ്ത കാര്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ അവരുടെ പാസ്റ്റും പ്രസന്റും നമ്മൾ കണക്ട് ചെയ്യുന്നതിനും ഒരു ഐഡന്റിറ്റി അവർക്ക് രൂപീകരിക്കുന്നതിനുമെല്ലാം ഈ സ്റ്റോറി ടെല്ലിംഗ് സഹായകരമാവുന്നത് ഈ സ്പീച്ചിനകത്ത് നമ്മൾ കാണുന്നു. The act of sharing stories helps the speaker and her family make sense of their struggles while also inspiring others to see the strength in their own journeys. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിംഗ് കാരണം കൊണ്ട് ഇവരുടെ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ഈ സ്റ്റോറീസ് അവരിങ്ങനെ ഷെയർ ചെയ്യുന്നത് കാരണം കൊണ്ട് ഒന്ന് അവരുടെ ആ ഒരു സ്ട്രഗിളിനെ കുറിച്ചിട്ട് അവർക്കൊരു സെൻസ് ലഭിക്കുന്നു. കാരണം അവരുടെ മുമ്പും ഇതുപോലുള്ള ഈ സ്ട്രഗിൾസ് എല്ലാം അവർ അതിജീവിച്ചിരുന്നു അവരുടെ ഫാമിലിയിലെ മറ്റുള്ളവരെന്നുള്ളത് അവർക്കൊരു സ്ട്രെങ്ത് ആണ്. അത്തരത്തിലുള്ള ഒരു സർവൈവൽ മെക്കാനിസമായിട്ട് സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഈ സ്പീച്ചിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ട്രയംഫ് ഓവർ അഡ്വേഴ്സിറ്റി ആണ്. ഈ പ്രയാസങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാര്യം നമ്മൾ ഈ സ്പീച്ചിനകത്ത് കാണുന്നുണ്ട്. Central to the speech is the family's triumph over immense obstacles, war, poverty and the racism they encountered. ഒരുപാട് പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്, യുദ്ധം അവർ അതിജീവിക്കുന്നുണ്ട്, അതുകൂടാതെ ദാരിദ്ര്യം, അതുകൂടാതെ ഓസ്ട്രേലിയയിൽ എത്തിയ സമയത്ത് അവർ നേരിടുന്ന വംശീയമായിട്ടുള്ള വിഷയങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളെയെല്ലാം അവർ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിക്കുന്നത് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു. Despite these challenges, the speaker's mother manages to create a new life, providing education and stability for her children, a testament to their strength and resourcefulness. അപ്പോൾ ഇതിനെല്ലാം ഇടയിലും
അവരുടെ മക്കളെ സംരക്ഷിക്കുവാനും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും അതിലൂടെ നല്ല ഭാവിയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മദറിന് കഴിഞ്ഞത് നമ്മളിവിടെ കാണുന്നുണ്ട്. അത്തരത്തിൽ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വരികയാണെങ്കിലും നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു തീം കൂടി നമ്മൾ ഈ സ്പീച്ചിനകത്ത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ജനറേഷണൽ സ്ട്രെങ്ത് ആൻഡ് ഫീമെയിൽ റെസീലിയൻസ് എന്നൊരു തീമാണ്. ദ സ്പീച്ച് എംഫസൈസസ് ദി അൺബ്രേക്കബിൾ ബോണ്ട് ബിറ്റ്വീൻ വിമൻ അക്രോസ് 3 ജനറേഷൻസ്. ഇവരുടെ ഫാമിലിയിൽ 3 ജനറേഷൻസ് ആയിട്ടുള്ള ഇവരുടെ സിസ്റ്റർ, ഇവരുടെ മദർ, ഇവരുടെ ഗ്രാൻഡ് മദർ എന്നിവർ തമ്മിലുള്ളൊരു അൺബ്രേക്കബിൾ ബോണ്ടിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് ഇവർക്ക് ഒരു സ്ട്രെങ്ത് ആവുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടും ഈ സ്പീച്ചിനകത്ത് പറയുന്നുണ്ട്. It celebrates the resilience of the speaker's grandmother, mother and herself, showcasing their unwavering determination in the face of adversity. ഇനി ഇവരിലെല്ലാം കോമൺ ആയിട്ട് വരുന്നൊരു കാര്യം നമ്മൾ കാണുന്നത് ഈ ഒരു ഡിറ്റർമിനേഷൻ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ജീവിതത്തിലുള്ള പല പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതിന് മുമ്പിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി പൊരുതി നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു തീം കൂടി നമ്മളിവിടെ കാണുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് വരുന്നത് ദ റെഫ്യൂജി ജേർണി, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സർവൈവൽ. ഒരു അഭയാർത്ഥികൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് ഈ സ്പീച്ച് നൽകുന്നു. ദ ഹാരോവിംഗ് ജേർണി ബൈ ബോട്ട് ഈസ് എ പവർഫുൾ മെറ്റഫർ ഫോർ സർവൈവൽ ആൻഡ് ദ റിസ്ക് റിഫ്യൂജീസ് എൻഡ്യൂർ ഫോർ എ ബെറ്റർ ലൈഫ്. ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് അഭയാർത്ഥികൾ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തെല്ലാം വെല്ലുവിളികളാണ് അവർ ഏറ്റെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സ്പീച്ചിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ബോട്ട് ജേണിക്കകത്ത് ഇവിടെ പൈറേറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഈ അഭയാർത്ഥികൾ ഈ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ട് ഈ സ്പീച്ച് നമുക്കൊരു ചിത്രം നൽകുന്നു. The fear of pirates, life-threatening conditions and the fragility of hope reflect the emotional and physical struggles of displacement. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 2 തരത്തിലുള്ള സ്ട്രഗിൾ ആണ്. ഒന്ന് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ. ഒന്ന് ശാരീരികമായിട്ട് ഇവർക്ക് കൃത്യമായിട്ട് വെള്ളമോ ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഈ ഒരു അഭയാർത്ഥികളുടെ യാത്ര നടത്തുന്നത്. അങ്ങനെ അവർക്ക് ഫിസിക്കലായിട്ട് വരുന്ന സ്ട്രഗിൾ, അതുകൂടാതെ തന്നെ ഇമോഷണൽ ആയിട്ട് ഈ മരണഭയം, അതുപോലെ തന്നെ ജീവിതത്തെ കുറിച്ചിട്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം തുടങ്ങിയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രഗിൾ കൂടി ഏതൊക്കെ രീതിയിലാണ് ഈ അഭയാർത്ഥികൾ അതിജീവിക്കേണ്ടി വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സ്പീച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് വരുന്നത് ഫിയർ ഓഫ് പ്രിവിലേജ് ആൻഡ് ദ ലോസ് ഓഫ് സ്ട്രഗിൾ എന്നൊരു തീമാണ്. ദ സ്പീക്കർ റെസിൽസ് വിത്ത് ദ ഫിയർ ദാറ്റ് ഫ്യൂച്ചർ ജനറേഷൻസ് ബ്ലെസ്ഡ് വിത്ത് പ്രിവിലേജ് മേ ലൂസ് ദ വാല്യൂസ് ഷേപ്ഡ് ബൈ ഹാർഡ്ഷിപ്പ്. ഇവരുടെ അടുത്ത തലമുറയിൽ ഇവരുടെ കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടിയും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലെ കഷ്ടപ്പാടിന്റെ മുന്നിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ജീവിത മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയം ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. There is a deep concern that ease and comfort might dilute the resilience and grit that define her family story. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് അവരുടെ ഫാമിലി സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് 3 ജനറേഷനിൽ അവരുടെ ഗ്രാൻഡ് മദറിൽ അവരിലും നമ്മൾ കാണുന്നത് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനെ നേരിടുക എന്നുള്ളൊരു ജീവിത മൂല്യമാണ്. അപ്പോൾ ഇവരുടെ അടുത്ത ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ലൈഫ് ലഭിക്കുന്ന സമയത്ത് ആ മൂല്യം ഇവർക്ക് ലഭിക്കാതെ വരുമോ എന്നൊരു സംശയമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അതിന് പരിഹാരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ ഫാമിലി സ്റ്റോറി ഈ അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും അവരുടെ മുമ്പുള്ളവരുടെയൊക്കെ കഥ ഇങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക വഴി ആ ഫാമിലി വാല്യൂസ് അവർക്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന നോട്ട്സിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.